ദളിത് ഡെവലപ്മെന്റ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ 134ാമത് ജന്മദിനാഘോഷം മുക്കാട്ടുകരയിൽ സംഘടിപ്പിച്ചു. താഴെത്തട്ടിൽ ജീവിതം നയിച്ച ജനതയ്ക്ക് ആശ്വാസവചനങ്ങൾ നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ച ഡോക്ടർ BR അംബേദ്കർ ഈശ്വര ചൈതന്യം പൂണ്ട മഹത് വ്യക്തിയായിരുന്നുവെന്ന് CMP സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി വികാസ് ചക്രപാണി. താഴെത്തട്ടിൽ ജീവിതം നയിച്ച ഒരു ജനതയെ ആശ്വാസവചനങ്ങൾ നൽകി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ച ഡോക്ടർ BR അംബേദ്കർ ഈശ്വര ചൈതന്യം പൂണ്ട മഹത് വ്യക്തിയായിരുന്നുവെന്ന് CMP സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി വികാസ് ചക്രപാണി അഭിപ്രായപ്പെട്ടു. ദളിത് ഡെവലപ്മെന്റ് ഫെഡറേഷൻ സംഘടിപ്പിച്ച ഡോക്ടർ BR അംബേദ്കറുടെ 134ാമത് ജന്മദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ അംബേദ്കർ ആരായിരുന്നു എന്ന് അതെല്ലാവർക്കും അറിയണമെന്നില്ല. പക്ഷേ നമ്മുടെ ഭരണഘടനാ ശില്പിയാണ് ഡോക്ടർ അംബേദ്കർ. അദ്ദേഹം 1891 ജനിച്ചത്. മഹാരാഷ്ട്ര രത്നഗിരിയിലായിരുന്നു ജനിച്ചത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദളിതായതുകൊണ്ട് തന്നെ ഒരു ദളിത് യുവാവായിരുന്നു അംബേദ്കർ. മുക്കാട്ടുകര ചെരടത്ത് നടന്ന യോഗത്തിൽ ദളിത് ഡെവലപ്മെന്റ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് MD സുരേഷ് അധ്യക്ഷനായി. തൃശൂർ ആദരണീയം സാംസ്കാരിക പൗരാവലിയുടെ വൈസ് ചെയർമാൻ KP രാധാകൃഷ്ണൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. വിൽസൺ പണ്ടാരവളപ്പിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ശശി നെട്ടിശ്ശേരി, വേണുജി തൊടുപുഴ, ജെൻസൺ ജോസ് കാക്കശ്ശേരി, ബിജു ചിറയർ, ക്ലെമന്റ്, സുധീഷ് എന്നിവർ സംസാരിച്ചു. യോഗാനന്തരം ദളിത് പിന്നോക്കം നിൽക്കുന്നവർക്ക് അരിയും വിഷു കൈനീട്ടവും നൽകി. ന്യൂസ് ബ്യൂറോ, എറണാകുളം. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.